ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒരു പുതുപുത്തൻ ഫുഡ് ചലഞ്ച് വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന സാധനം ഒറ്റഞ്ഞൊടി. അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പൊ നിങ്ങൾ ഇത് കാണുകയായിരിക്കും, ഇത് ഫാമിലിയുടെ ഫ്ലാക്സ് സീഡ്സ് ആണ്. പക്ഷെ ഇതല്ല, ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ട്. ഇതാണ് അലസിയ ചോക്ലേറ്റോടെ ഡൂറിയൻ എന്ന് പറഞ്ഞ ക്രീമി ചോക്ലേറ്റ് പ്രില്ലിൻ. സംഭവം വെച്ചാൽ നമ്മുടെ മലേഷ്യയിലും സിംഗപ്പൂർ, ഫിലിപ്പീൻസ് അങ്ങനത്തെ രാജ്യങ്ങളില്ല, അവിടുത്തെ ഒരു പ്രത്യേക ചക്കയാണ് ഡൂറിയൻ. അപ്പൊ അതിന്റെ ഇത് പൾപ്പ് വെച്ചുണ്ടാക്കിയ ഒരു ചോക്ലേറ്റ് ആണ് ഇത്. അപ്പൊ നമ്മൾ സാധാരണ ദുബായിൽ നിന്നൊക്കെ വരും, മറ്റേ തൂക്കി മേടിക്കുന്ന മിഠായില്ല, അതുപോലെയൊക്കെ ഇരിക്കും കാണാൻ വേണ്ടി. ഇതിന്റെ മണം ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല, പെറ്റ തള്ള സഹിക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട്, സ്ട്രേഞ്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഞാനിപ്പം താമസിക്കുന്ന റൂമിന് തൊട്ടടുത്ത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അടുത്തുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആയാലും വഴി വെച്ച് കാണുവാണെങ്കിൽ അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. ഇത് എവിടെ നിന്ന് കിട്ടിയ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആഗ്ര സുധീർ, ഡോക്ടറാണ്, വെറ്റിനറി ഡോക്ടറാണ്. നമ്മൾ സ്നേഹത്തോടെ അമ്മിണി എന്ന് വിളിക്കും. അപ്പൊ അമ്മിണി മലേഷ്യയിൽ പോയപ്പോൾ മലേഷ്യയിൽ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞു എനിക്കിത് വേണ്ട, ഇത് കൊടുക്കത് നാറ്റി വയ്ക്കുന്നത്. പക്ഷെ നമ്മുടെ വേറൊരു ഫ്രണ്ട് പുള്ളിക്ക് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇതൊക്കെ ഓൾറെഡി കണ്ടാൽ മനസ്സിലാവായിരിക്കും, ഇത് ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ പകുതിയോളം തീർന്നിട്ടുണ്ട്. ഇത് എങ്ങനെ തീർന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്റെ ചേച്ചിയുടെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച ഒരു വിസിറ്റിന് പോയപ്പോൾ അവിടെയുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൊടുത്തായിരുന്നു. അപ്പൊ അവിടുത്തെ അമ്മയാണ് എന്നെ പറയാതെ ചെയ്യത്തില്ല, പൊന്നു മോനെ ശത്രുക്കൊക്കെ ഒരു ഇത് കൊടുക്കല്ലേ അവർ. അതുപോലെ എന്റെ റൂമിൽ എന്റെ ഫ്രണ്ട്സിന് കൊടുത്തായിരുന്നു. അപ്പോഴും അതിലൊരു കൂട്ടുകാരുണ്ട് റിഷാദ്, അവന് കൊടുത്തപ്പോൾ അവൻ എന്നെ വിളിക്കാതെ തെറിയില്ല. അവൻ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതാണ്ടൊക്കെ പഞ്ചസാരയും വേറെ എന്തൊക്കെയോ എടുത്ത് വാരി കൂത്തുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് വരുന്നത് വെച്ചാൽ നമ്മുടെ ഡൂറിയൻ ഫ്രൂട്ടിന്റെ പൾപ്പില്ല, അപ്പൊ അതിന് ചുറ്റും ചോക്ലേറ്റ് ഫ്ലേവർ. എന്നാണ് പരിപാടി? യൂട്യൂബ് വീഡിയോ എടുക്കുവായിരുന്നു. യൂട്യൂബ് വീഡിയോ? എന്തോ വീഡിയോ? ചേട്ടാ, ഈ ഒരു മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രൂട്ട് ആയിരുന്നു. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് റാൻഡം ആൾക്കാർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചേട്ടൻ ട്രൈ ചെയ്യുന്നത്. മലേഷ്യ ഇതെന്താ സാധനം? ഇതൊരു ഡൂറി എന്ന് പറഞ്ഞ ഫ്രൂട്ട് ആണ്. അപ്പൊ ഇത് നമ്മുടെ ചക്ക പോലൊക്കെ ഇരിക്കും. അപ്പൊ ചക്കയുടെ ഒരു പൾപ്പിന്റെ ടേസ്റ്റും വരും. പിന്നെ അതിന്റെ വണ്ടയ്ക്ക് ചോക്ലേറ്റ് ഫില്ലിംഗ് ചോക്ലേറ്റ് ചേട്ടൻ ട്രൈ ചെയ്യുന്നു. നിങ്ങൾ യൂട്യൂബ് ഇടും? ആ, യൂട്യൂബ് ഇടും. അതെ, നിങ്ങൾ മറ്റേ ചാനലൊക്കെ ഉള്ള ആളാ? മെയിൻ ഒന്നുമില്ല, തുടങ്ങിയതേ ഉള്ളൂ. വളർന്നു വരുന്ന യൂട്യൂബറാണ്. അതെ അതെ, വളർന്നു വരുന്ന യൂട്യൂബർക്ക് എന്റെ വക സംഭാവന കൊടുക്കുക. കഴിച്ചു. കഴിക്കാനോ? പിന്നെ കഴിക്കണ്ടേ, കഴിക്കാലോ തന്നെ. ഇതെവിടെ മലേഷ്യ എങ്ങനെ സാധനം വന്നേ? മലേഷ്യ എന്റെ ഒരു കൂട്ടുകാരി ഇവിടെ തന്നു. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? സ്മെല്ല് എങ്ങനെയുണ്ട്? ഓ, ഇതെന്നെ പ്ലാസ്റ്റിക്കിന്റെ മണം പോലെ ഉണ്ട്. പ്ലാസ്റ്റിക് കവർ, അതുകൊണ്ടായിരിക്കും. തിന്നോക്കണോ? തിന്നു നോക്കരുത് ചേട്ടാ, ഇത് തിന്നു നോക്കാനുള്ള ചലഞ്ചാ. നിങ്ങൾ ഫ്രിഡ്ജ് വെച്ചില്ല, മുഴുവൻ കുഴഞ്ഞിരിക്കുന്നു. ഭയങ്കര ക്ലോസോ. അതിന്റെ സമയം എങ്ങനെയുണ്ട് ചേട്ടാ? ടേസ്റ്റ്, സ്മെല്ല് എങ്ങനെയുണ്ട്? ഒരു വൃത്തികെട്ട സ്മെല്ലാണ്. ആണോ? കഴിച്ചു നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. കഴിച്ചിട്ട് ഒരു റിവ്യൂ പറയുന്നത് എങ്ങനെ സാധനം എങ്ങനെയുണ്ട്. കരയില്ലേ? ഇതിന് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് അല്ല. പിന്നെ ചോക്ലേറ്റ് കാണാമല്ലോ ഫുള്ള്. ഓ, എന്തൊരു നാറ്റ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു വൃത്തികെട്ട ടേസ്റ്റ്. അപ്പൊ ഒന്നുകൂടെ ട്രൈ ചെയ്യുന്നു. വേണമെന്നില്ല. ഇത് 10 കഴിച്ച ചേട്ടൻ 1000 രൂപ തരുന്നതായിരിക്കും. 10 കഴിച്ച് 1000 രൂപ. 1000 രൂപ. 1000 രൂപ ആദ്യം എടുക്കും. അത് പറ്റില്ല, 10 കഴിച്ച് 1000 രൂപ തരുന്നതായിരിക്കും. ഇതിനെനിക്ക് വിശ്വാസമില്ല. വിശ്വസിക്കാതിരിക്കാൻ എന്താ, ഞാൻ ഇവിടെ തന്നെ ഇല്ല, ഞാനെങ്കിൽ ഓടി പോകുന്നില്ലല്ലോ. ചേട്ടാ 10 കഴിച്ചു കഴിഞ്ഞാ 1000 രൂപ കിട്ടും. 10 കഴിക്കാനോ? ആ, 10 കാണല്ലേ, 9 തീരണേ സാറ്. 10 ഞാൻ കഴിക്കൂല. കഴിക്കൂല. ഭയങ്കര ഹോണസ്റ്റ് റിവ്യൂ തരാം എങ്ങനെ സാധനം ഉള്ളത്. ഒരു വൃത്തികെട്ട ടേസ്റ്റ് ഉള്ള സാധനം ആണോ? ഇതിനെപ്പറ്റി കേട്ടിട്ടില്ലല്ലോ. ദുരിയാന്ന് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? ബിരിയാണി മണക്കാൻ തിന്നൊന്നും ചെയ്തിട്ടില്ല. ഇല്ലല്ലേ? ഓക്കെ ഓക്കെ. നമ്മുടെ മലേഷ്യയിൽ പോകുന്ന സുഹൃത്തുക്കൾ, മലേഷ്യ, ഫിലിപ്പീൻസ്, ബാലി പോകുന്ന ഫ്രണ്ട്സ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു മിഠായി ആയിരുന്നു. പിന്നെ സ്മെല്ല് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ടേസ്റ്റ്. ഫ്രണ്ട്സ് കൊണ്ടുവരുന്ന മിഠായി അല്ല അല്ലേ, എനിമീസ് കൊണ്ടുവരുന്ന മിഠായി. അതെ, ഞാൻ ഇത് എന്റെ അമ്മയുടെ അവിടുത്തെ ആന്റിക്ക് കൊടുത്തപ്പോൾ ആന്റി പറഞ്ഞു, മോനെ ശത്രുക്കൊക്കെ ഒരു ഇത് കൊടുക്കല്ലേ. ചേട്ടൻ എന്റെ ശത്രു ഒന്നും അല്ല, എന്നാലും ഞാൻ സാധനം കൊള്ളത്തില്ലല്ലേ? കൊള്ളത്തില്ല. കൊള്ളുന്നില്ല. കൊള്ളത്തില്ലേ പുള്ളി അടുത്ത് എടുക്കുന്നുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കഴിച്ചു നമ്മളിത് എങ്ങനെ തീർക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഇത്
ഇതൊന്നുകൂടെ ഞാൻ തിന്നാം. അപാര ധൈര്യം തന്നെ കേട്ടോ ഇത് കഴിക്കണമെങ്കിൽ. അത് നമ്മുടെ കുഴഞ്ഞിരിക്കും. നിങ്ങൾ ഫ്രിഡ്ജ് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണ്ടായിരുന്നു. ഇത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് നാറും. ഫ്രിഡ്ജ് നാറുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തോട്ട് വരുമായിരുന്നു ട്രെയിനിൽ സീറ്റ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഭയങ്കര തിങ്ങി നിറയ്ക്കുമായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നൈസായിട്ട് കവർ അങ്ങ് പൊട്ടിച്ചു. ഈ സ്മെല്ല് കാരണം ആൾക്കാരിൽ ഇറങ്ങി ഓടി എനിക്ക് സീറ്റ് കിട്ടി. മറ്റേ നമ്മൾ പണ്ടൊരു കഥയൊക്കെ എഴുതിയില്ലേ, മറ്റേ ഒരു കളിപ്പാട്ടം പാമ്പിനെ ഇടുമ്പോൾ ആൾക്കാരിൽ ഇറങ്ങി ഓടി പാമ്പെന്ന് പറഞ്ഞു. അതേ സ്കീമായിരുന്നു. ഈ സാധനം ഇങ്ങനെ തുറക്കുന്നു, ഭയങ്കര നാറ്റ, ട്രെയിൻ കാലിയാവുന്നു. ഇത് മണക്കാണ്ട് കഴിച്ചാൽ മതി. ആണോ? ഇതിങ്ങനെ മൂക്കടത്തുടിച്ച് കഴിച്ചാൽ മതി. ഒന്ന് കഴിച്ചു നോക്കട്ടെ അത്. തെറി വിളിക്കണോ ഇത്? എന്നെ തെറി വിളിക്കുന്നത്? ഇത് കൊണ്ടുവന്ന ആളെ വിളിക്കണം. ഇത് ഒരു 8 എണ്ണം കൂടെ കഴിക്കാൻ, കുറച്ച് കഴിക്കുമ്പോ ഇച്ചിരി ബെറ്റർ ആയി. ഒരു 8 എണ്ണം കൂടെ കഴിക്കാൻ പറ്റുമോ? എട്ടാ കഴിയൂല. ഒന്നും തരത്തില്ല. 1000 രൂപ. 1000 രൂപ വരും. 1000 രൂപ. 8 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ 1000 രൂപ. ഇപ്പം തന്നെ മീൻ കറിയുടെ ടേസ്റ്റ്. അപ്പൊ ലാഭമില്ലേ? ചോറുണ്ടുമ്പോ മീൻകറി വേണ്ട, ഇത് കൂട്ടി തിന്നാ പോരെ. 8 എണ്ണം കഴിച്ചാ 8 എണ്ണം കഴിച്ചാൽ 1000 രൂപ. റെഡിയാണോ? ചാലഞ്ച് റെഡിയാണോ? 8 എണ്ണം കഴിച്ചാൽ 1000 രൂപ തരുമെങ്കിൽ ചെയ്യാം. ആണോ? 8 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ 1000. ഇപ്പൊ 2 എണ്ണം കഴിച്ചാൽ പോലെ. അല്ലല്ല, 10 എണ്ണം മൊത്തം കഴിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ 2 എണ്ണം കഴിച്ചു, ഇനി 8 എണ്ണം കൂടെ കഴിക്കണം. ദൈവം 8 എണ്ണം കാണല്ലേ, 7 എണ്ണം തീർന്നു പോണേ, അല്ല 1000 രൂപ കൊടുക്കേണ്ടി വരുമല്ലോ. 8 എണ്ണം കഴിക്കാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ടോ? 1000 രൂപ തരുന്നുണ്ടെങ്കിൽ ഞാൻ 8 എണ്ണം കഴിക്കും. ഓക്കെ, അതാണ് സ്പിരിറ്റ്. 8 എണ്ണം കഴിച്ചു, ഇനി 8 എണ്ണം കഴിക്കാൻ റെഡിയല്ലേ? അപ്പൊ നമുക്ക് മൂന്നാമത്തെ തുടങ്ങാം. മൂന്നാമത്തെ എടുക്കാം. മൂന്നാമത്തെ തിന്നാൻ പോകുന്നുണ്ട്. 2 എണ്ണം തിന്നു. ഈ അളിഞ്ഞ സാധനം തിന്നുന്ന വെച്ചാൽ അത് എളുപ്പമുള്ള പരിപാടിയല്ല. അതെനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ചലഞ്ച് എന്ന് പറഞ്ഞു വന്നത്. ഈ ചോക്ലേറ്റ് ആണ് ഇങ്ങനെയാണ്. ഇത് ശരിക്കും പഴം ഇങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഞാനിവരെ കഴിച്ചിട്ട് സാധനം എനിക്ക് മണത്തപ്പോ തന്നെ എനിക്ക് പറ്റണില്ല. ഈ ചേട്ടൻ സമ്മതിക്കണം കേട്ടത് കഴിക്കുന്നത്. അമ്മരെന്തിനാ ശരിക്കും വളർത്തി മലേഷ്യക്കാർ ഇത് പഴം എന്ന് പറഞ്ഞ്? ഇതാരാണ് ആദ്യമായിട്ട് തിന്നിട്ട് നല്ലതെന്ന് പറഞ്ഞത്? എനിക്കറിയില്ല, മലേഷ്യയിലും ബാലിലൊക്കെ വൺ ഡിമാൻഡുള്ള സാധനമാണ്. അവിടുത്തെ മെയിൻ സാധനം. നമ്മുടെ ഇവിടെ ചിലപ്പോൾ ഇത് പഴം തിന്നുമ്പോൾ ചിലപ്പോൾ നല്ലതായിരിക്കും. എനിക്കറിയാൻ പാടില്ല. എന്തായാലും ചോക്ലേറ്റ് പറ്റണില്ല. ഈ മണത്തിന് എനിക്ക് പറ്റുന്നില്ല. പിന്നെ വീഡിയോ ആയി പോയില്ലേ. ഇത് തിന്നിട്ടേ ഇത് ഈ ചോക്ലേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേറെന്തോ ഒരു ടേസ്റ്റ് ആണ്. കഴുകി ഇനി 8 എണ്ണം കഴിക്കണ്ടേ? 1000 രൂപ തരുന്ന പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് തിന്നാം. കഴിക്ക് നോക്കാം, നമുക്ക് 10 എണ്ണം കഴിക്കുമെന്ന്. എനിക്ക് തോന്നുന്നില്ല ഏട്ടാ 10 എണ്ണം കഴിക്കുമെന്ന്. അത് വായിലോട്ട് ഇടുമ്പോ തന്നെ എന്തോ ആണ്. നമ്മൾ ടേസ്റ്റ് എടുത്ത് പറക്കുവാണോ? ഏറിപ്പോകാൻ സാധ്യത. താഴോട്ട് കേട്ടോ. ഇറക്കാം. 3 അടുത്തത് അടുത്തിട്ട് വൻ പോളിങ് കഴിച്ചേട്ടെ. നാലാമത്തെ കഴിച്ചേ. കവറിങ് ഞാൻ പിടിച്ചോളാം. നാലാമത്തെ ടേസ്റ്റ് കൂടിയോ? അടുത്തെടുക്ക്. എന്തോരം ഭാവങ്ങൾ. അഞ്ചാമത്തെ ജലദോഷം പിടിച്ചെന്ന് കഴിച്ചിട്ട്. ജലദോഷം ഓൾറെഡി ഉണ്ട്. മഞ്ഞ കളറിലുണ്ട്, അതിനകത്ത് വെള്ള കളറാണ്. സത്യം ശരിയാണല്ലോ. ഇപ്പൊ ഈ ഫോട്ടോയ്ക്കകത്ത് മഞ്ഞ കളറാണ്, പക്ഷേ നമ്മൾ ഇതിനകത്ത് കാണിക്കുമ്പോൾ വെള്ള കളറാണ്. ഡേറ്റ് കഴിഞ്ഞാണ്. നക്കിയൊക്കെ തിന്നോട്ട് പോകും. സാധനം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നില്ലേ? അഞ്ചെണ്ണം കഴിച്ചപ്പോ 5 എണ്ണം എങ്ങനെയുണ്ട് ഇപ്പൊ? നീ കഴിക്കണോ? എന്റെ പോലെ 6ാമത്തെ അടി. ആറെണ്ണം കഴിഞ്ഞു. 6 എണ്ണം. ഓ മൈ ഗോഡ്. ദൈവമേ, 4 കൊണ്ടുണ്ടല്ലോ, പൈസ കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ദൈവമേ കർത്താവേ. 1000 രൂപ അടി കേട്ടോ. ഇതൊക്കെ എന്തോ ഇത് കുഴഞ്ഞിരിക്കുന്നു. കൂഴച്ചൊക്കെയാണ്. ഇതിന്റെ ദൂര്യനെല്ലാം പുറത്തെ അടിയുണ്ടോ? 7 കഴിച്ചാലേ എന്തൊക്കെ രസങ്ങളാ. ബീവത്സം, ശാന്തം, രൗദ്രം. ബീവത്സം വരുന്നുണ്ടല്ലോ. ബീവത്സം എന്താ ബീവത്സം രസം? 9 രസം. ബീവത്സം എന്ന് പറഞ്ഞാൽ ആകെ അടുക്കള വെക്കണ രസം അറിയത്തുള്ളൂ. സാമ്പാർ രസം. ഡിസ്ഗസ്റ്റ് ഇപ്പൊ കാണുന്നുണ്ട് നല്ല രീതിയിൽ. തോന്നുന്നുണ്ട്.
7 കംപ്ലീറ്റ് ചെയ്തു. തല ഫോർ റീസൺ. ഇന്ന് IPL തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. തല ഫോർ റീസൺ 7 കംപ്ലീറ്റ് ചെയ്തു. 3 കിട്ടാൻ വെയിറ്റ് ചെയ്യാൻ പറ്റൂല. എടാ ഓക്കെ, എന്തൊക്കെ ഓക്കെ അല്ലേ? എനിക്ക് പറ്റിച്ചുണ്ട് കഴിക്കാൻ പറ്റുന്നു. പക്ഷെ എനിക്ക് ഷുഗർ കൂടുവോ? ഷുഗർ കൂടെ എനിക്കുള്ള കൂടിയാൽ താഴെ പോകും. താഴെ പോണേ 1000 രൂപ എന്റെ പോവല്ലേ. എട്ടെണ്ണമായില്ലേ? 7 7 എട്ടാമത്തേത് ഒരു 2 കൊടുക്ക്. എന്തിനാ ഒന്നിച്ചെന്തിനാ വേണ്ടത്? ഒറ്റ കെട്ടിക്കുന്നു. തിന്നാ പോരെ. ഒറ്റ കെട്ടിക്കുന്നു. കഴിച്ച നൈസായിട്ട് കഴിച്ച പറ്റ് 3 കൂടെ. കമോൺ അപ്പ് 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 അപ്പ്. എനിക്കല്ല വിഷമമുണ്ട്. എന്റെ പൈസ പോകുന്ന ഓർക്കുമ്പോ ദൈവമേ കർത്താവേ, ദൈവമേ ചേട്ടൻ 9 വെച്ച് നിർത്തണേ. 9 അല്ലേ 10 തരും. 10 തിന്നു. ദൈവമേ മുട്ടായി തീർന്നു പോണേ. മിഠായില്ലായിട്ടാണോ 10 തിന്നാ പറയുന്നത്? എന്തൊരു ടേസ്റ്റ്. എത്ര 8 കഴിഞ്ഞു? 9ാമത്തെ. നവരസങ്ങൾ മിന്നി പറയുന്ന ഭാഗത്ത് ഭാവങ്ങൾ. ഒരു നടനാണ് ആക്ച്വലി. നടനായിട്ട് പൊക്കൂടെ. എന്തോരം ഭാവങ്ങളാണ് ഞാൻ അഭിനയിക്കുന്നല്ലേ ശരിക്കും വരുന്ന. 9ാമത്തെ. സെക്കൻഡ് ലാസ്റ്റ് 9ാമത്തെ തിന്നുവാണേ. ഓ 9 തീർത്തിരിക്കുന്നത്. ഒരെണ്ണം കൂടെ തിന്നു കഴിഞ്ഞാൽ 1000 രൂപ പോലും. കഴിക്കരുതേ. സ്തോത്രം. ഞാൻ 10ാമത്തെ തിന്നുവാണേ. 1000 രൂപയ്ക്കുള്ള വമ്പിച്ച പോരാട്ടം. വമ്പൻ പോരാട്ടം. എനിക്ക് ഉറപ്പായി ചേട്ടൻ ചത്തിട്ടാണ് ഞാൻ അത്താണ്ട് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. 1000 മുതൽ തരണം. രസതയാണേ. അയ്യോ വയ്യാതായി തിന്ന്. പയ്യണെങ്കിൽ നമുക്ക് ചലഞ്ച് ഉപേക്ഷിക്കാം. ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഉപേക്ഷിക്കാം. എന്റെ 1000 രൂപ. എന്റെ 1000 രൂപ കളയരുത്. അയ്യോ എന്റെ 1000 രൂപ. ചോക്ലേറ്റ് മാത്രം തിന്നാ വലിയ കുഴപ്പമില്ല കേട്ടോ. ചോക്ലേറ്റ് മാത്രം ദൂരം തിന്നണം. അതാണ് ചലഞ്ച്. ഇതിനകത്ത് ദൂരം വെക്കേണ്ട ആവശ്യമില്ല. ഈ ചോക്ലേറ്റ് ദൂരത്തിന് മിഠായിക്കാതെ പിന്നെ ദൂരം വെക്കാതെ പിന്നെ തേങ്ങ വെക്കാൻ പറ്റും. അതെ, ജ്യൂസ് കട പിന്നെ ജ്യൂസ് അല്ലാണ്ട് പിന്നെ എന്തുവാണോ ഉള്ളത്? കഴിക്കേ. പറ്റില്ലെങ്കിൽ നമുക്ക് നിർത്താം. പ്ലീസ് പ്ലീസ്. എന്റെ 1000 രൂപയുടെ കേസാ. സ്വാഹ. അങ്ങനെ 10ാമത്തെ ചോക്ലേറ്റ് കഴിച്ച് വിജയശ്രീ ലാളിതനായി നമ്മുടെ പേരെന്തായിരുന്നു ചേട്ടാ? പേര് ചോദിക്കാൻ വിട്ടുപോയി. പേരെന്തായിരുന്നു? ഓക്കെ. പേര് ശ്രീരാജ്. ശ്രീരാജേട്ടൻ. ചേട്ടൻ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡാണോ ഇവിടുത്തെ? അല്ല, ഇവിടെ അടുത്ത് താമസിക്കുന്ന. ഓക്കെ, ശ്രീരാജേട്ടൻ വിജയിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ കാണുകയും 10 ഡൂറിയൻ ചോക്ലേറ്റ് കഴിച്ച് 1000 രൂപ വിജയിച്ചിരിക്കുകയാണ്. നമ്മള് സമ്മാനത്തൊക്കെ കൊടുക്കാൻ പോകണം. നമ്മൾ പറഞ്ഞ 1000 രൂപ. അപ്പൊ ചേട്ടാ QR കാണിക്കുക. ഒന്നെങ്കിൽ QR അല്ലെങ്കിൽ നമ്പർ പറയാമോ? നമ്പർ പറയാം. ഈ നമ്പർ വരുമ്പോ ഇങ്ങനെ ബീപ് ബീപ് വെക്കണേ. അല്ലെങ്കിൽ പെമ്പിള്ളേർക്ക് മെസ്സേജ് അയക്കും. ഗൂഗിൾ പേയിലോ. പെമ്പിള്ളേര് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്പർ പറയുമ്പോൾ നമ്മൾ എഡിറ്റർ ബീപ് ബീപ് അടിക്കണം കേട്ടോ. നമ്പർ പറയൂ. 7034346051. ഓക്കെ. ശ്രീരാജ് NR അല്ലേ? ഓക്കെ. 1000 രൂപ. ഓക്കെ. നല്ല വിഷമത്തോടെ ആണെങ്കിലും ഞാൻ വിചാരിച്ചു കേട്ടോ 10 തിന്നുവന്ന്. എന്നാലും വിഷമത്തോടെ ചേട്ടാ കഴിച്ചേട്ട സമ്മതിക്കണം കേട്ടോ. മീശേനും താടിയിലൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, 1000 രൂപ. ഭയങ്കര വിഷമത്തോടെ ആണെങ്കിലും ഞാൻ തീരും. ചേട്ടൻ ഇത്ര കഴിച്ചല്ലോ. ഞാൻ പ്രതീക്ഷിച്ചില്ല. പൈസ കിട്ടുമ്പോൾ സന്തോഷമാവില്ലേ? ഇത് കഴിച്ചിട്ട് എന്തോ പോലെ തോന്നുന്നു. എനിക്ക് എന്താ തോന്നുന്നു എനിക്കറിയത്തില്ല. ഓക്കെ, ഇതാ 1000 രൂപ നമ്മൾ അയച്ചിട്ടുണ്ട്. ഹാപ്പി അല്ലേ? എന്ത് പറയുന്നത്? എന്താണ് ഇപ്പൊ റിയാക്ഷൻ? ഇപ്പം എനിക്കൊരു സന്തോഷം തോന്നുന്നു 1000 രൂപ കിട്ടിക്കഴിഞ്ഞപ്പോ. തിന്നിട്ടാണെങ്കിലും. അപ്പൊ ഓക്കെ, ഞാൻ പോയത് ബാഗ് കഴുകട്ടെ. എന്തായാലും വേറെ എന്തെങ്കിലും തിന്നട്ടെ. ഇതിന്റെ ടേസ്റ്റ് പോട്ടെ. അപ്പൊ ഓക്കെ, ആയുഷ്മാൻ ബാബ. കൈ ഞാൻ തരുന്നില്ല. കയ്യിൽ ഫുള്ള് ചോക്ലേറ്റ് ആണല്ലോ. പോയി കൈ കഴുകി വായ കഴുകി മീശനും താടിയിലൊക്കെ കളഞ്ഞിട്ട് പോവാം. മീശനും താടിയിലൊക്കെ ചോക്ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്. 1000 രൂപയ്ക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സുഹൃത്തുക്കളെ. ഏതായാലും 1000 രൂപ കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത്രയും തിന്നിട്ടാണെങ്കിലും. താങ്ക് യു.